ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സി എസ് സമ്മിറ്റ്. എൻ്റെ പേര് ഹിസാന. നമ്മൾ ജനുവരി 2025 മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് വീഡിയോസ് കാണുക. ഇന്ന് ഞാൻ ഡീൽ ചെയ്യുന്നത് സ്പോർട്സും അതേപോലെ തന്നെ അവാർഡ്സും ആണ്. അതിന് മുന്നേ നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലും പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. സോ എല്ലാവരും ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാവരും ഫോളോ ചെയ്യുക, ചാനൽ ജോയിൻ ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമുക്ക് സ്പോർട്സ് നോക്കാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ ICC 2024 അവാർഡ്സ് ആണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ 2024 അവാർഡ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? ജസ്പ്രീത് ബുംറയ്ക്കാണ്. ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയ്ക്കാണ് ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ICC മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് 2024 ODI ക്രിക്കറ്റർ ആർക്കാണ്? അസ്മത്തുള്ള ഒമർസായി. അഫ്ഗാനിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള അസ്മത്തുള്ള ഒമർസായിക്കാണ് ICC മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ICC വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള സ്മൃതി മന്ദാനയ്ക്കാണ് ICC വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. ICC മെൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് 2024 ആർക്കാണ്? ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള അർഷദീപ് സിംഗിനാണ് T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ്. അതേപോലെ തന്നെ വുമൻ കാറ്റഗറിയിലാണെങ്കിൽ T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ആർക്കാണ്? അമീലിയ കേർ. ന്യൂസിലാൻഡ് പ്ലെയർ ആയിട്ടുള്ള അമീലിയ കേറിനാണ് ICC വുമൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ICC അമ്പയർ ഓഫ് ദ അവാർഡ് 2024 ആരാണ്? റിച്ചാർഡ് ഇല്ലിംഗ്വർത്തിനാണ് അമ്പയർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ രണ്ട് മെയിൻ അവാർഡാണ് ICCന്റെ അണ്ടറിൽ വരുന്നത്. ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അഥവാ റേഷ്യൽ ഹെയ്ഹോ ഫ്ലിഞ്ച് ട്രോഫി ആണ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ന്യൂസിലാൻഡ് പ്ലെയർ ആയിട്ടുള്ള അമീലിയ കേറിനാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ആർക്കാണ്? ജസ്പ്രീത് ബുംറയ്ക്കാണ്. ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയ്ക്ക്. അഥവാ ഈ അവാർഡിന് വേറൊരു പേരും കൂടി ഉണ്ട്, സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്നും കൂടി പറയും. സോ അത് ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ ICC അവാർഡ് 2024. നമുക്കിനി നെക്സ്റ്റ് നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ 2025. അപ്പോൾ ടെന്നീസിന്റെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജനുവരിയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ വുമൻ സിംഗിൾ ടൈറ്റിൽ ആരാണ് വിൻ ചെയ്തത്? മാഡിസൺ കീ. US-ലെ മാഡിസൺ കീ ആണ് വുമൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത്. ആരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ്? ബെലാറസിലത്തെ അരിയാന സബ്ലങ്കനെ ഡിഫീറ്റ് ചെയ്തിട്ട് വുമൻ സിംഗിൾ ടൈറ്റിൽ ആരെടുത്തു? മാഡിസൺ കീ എടുത്തു. നെക്സ്റ്റ് മെൻസ് സിംഗിൾ ടൈറ്റിൽ ആരാണ് എടുത്തത്? ഇറ്റലിയിലത്തെ ജാനിക് സ്കിന്നർ ആണ് എടുത്തത്. ആരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ്? ജർമ്മനിയിലെ അലക്സാണ്ടർ ജ്വരേവിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ജാനിക് സ്കിന്നർ ടൈറ്റിൽ വോൺ ചെയ്തു. അതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോവാം. BCCI ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2023-24. സോ BCCIയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോ BCCIയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ് BCCI ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അഥവാ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നും കൂടി പറയും. പിന്നെ അതേപോലെ തന്നെ വേറെ കുറച്ചും കൂടി അവാർഡ്സ് ഉണ്ട്. അപ്പോൾ അതെന്താന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് തന്നെ രവിചന്ദ്രൻ അശ്വിന് ഒരു സ്പെഷ്യൽ അവാർഡ് ഉണ്ട് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ക്രിക്കറ്റ്. ദെൻ അതേപോലെ തന്നെ ജസ്പ്രീത് ബുംറയ്ക്ക് പോളി ഉംറിഗർ അവാർഡ് ഫോർ ബെസ്റ്റ് മെയിൽ ഇന്റർനാഷണൽ ക്രിക്കറ്ററിന് അവാർഡ് ജസ്പ്രീത് ബുംറയ്ക്ക്. അതേപോലെ തന്നെ ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഫീമെയിൽ ആർക്കാണ്? സ്മൃതി മന്ദാനയ്ക്കാണ്. നെക്സ്റ്റ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ എന്നുള്ള അവാർഡ് ദീപ്തി ശർമ്മയ്ക്കാണ് കിട്ടിയത്. പിന്നെ സർഫ്രാസ് ഖാനും ആശാ ശോഭനയ്ക്കുമാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഡിബേറ്റ് മെൻസ് ആൻഡ് വുമൻസ് അവാർഡ് കിട്ടിയത്. പിന്നെ ബെസ്റ്റ് അസോസിയേഷൻ ഇൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ആർക്കാണ്? മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് കിട്ടിയത്. പിന്നെ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ BCCI ഡൊമസ്റ്റിക് ടൂർണമെന്റ് 2023-24 മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെയാണ് കിട്ടിയത്. സോ ഇതാണ് നമ്മുടെ BCCI അവാർഡ്. നമുക്കിനി നെക്സ്റ്റ് ന്യൂസ് നോക്കാം. Ashi Chowksi smashes national record in 50-meter rifle 3 positions at national games. So Ashi Chowksi ഷൂട്ടർ ആണ്.
എവിടെയാ മധ്യപ്രദേശ് സ്വദേശിയാണ് ആഷി ചൗസി. സോ ഷീ ഹാഡ് മെയ്ഡ് എ നാഷണൽ റെക്കോർഡ് 38th നാഷണൽ ഗെയിംസിൽ ഒരു നാഷണൽ റെക്കോർഡ് ഷീ ഹാഡ് മെയ്ഡ്. ഏത് ഇവന്റിലാണ്? വുമൻസ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇവന്റിലാണ് റെക്കോർഡ് നേടിയത്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. നെക്സ്റ്റ് ICC Under-19 വുമൻസ് T20 വേൾഡ് കപ്പ്. സോ അതിൽ T20 വേൾഡ് കപ്പിൽ ചാമ്പ്യൻ ആരാണ്? ഇന്ത്യയാണ് ചാമ്പ്യൻ ആയത്. ആരെ ഡിഫീറ്റ് ചെയ്തു? സൗത്ത് ആഫ്രിക്കനെ ഡിഫീറ്റ് ചെയ്തു. സോ ഇവന്റ് നടന്നത്, വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? മലേഷ്യയിലാണ് നടന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ബാംഗ്ലൂരു ജവാൻസ് ക്രൗൺഡ് ചാമ്പ്യൻസ് ഓഫ് ഇനാഗുറൽ വേൾഡ് പിക്കിൾ ബോൾ. സോ വേൾഡ് പിക്കിൾ ബോൾ ലീഗ് ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വേൾഡ് പിക്കിൾ ബോൾ ലീഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൽ വിൻ ചെയ്തത്, ഇനാഗുറൽ എഡിഷൻ വിൻ ചെയ്തത് ആരാണ്? ബാംഗ്ലൂരു ജവാൻസ് ആണ്. ആരെ ഡിഫീറ്റ് ചെയ്തു? പൂനെ യുണൈറ്റഡിനെ. ഇനോഗ്രൽ എഡിഷൻ ആണ് എവിടെയാണ് നടന്നത്? മുംബൈയിലാണ് മാച്ച് നടന്നത്. മൊത്തം 6 ടീംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റേഴ്സ് 2025. സോ ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റേഴ്സ് 2025 എവിടെയാണ് നടന്നത്? നെതർലാൻഡ്സിലാണ്. ആരാണ് വിൻ ചെയ്തത്? ആർ പ്രജ്ഞാനന്ദയാണ് വിൻ ചെയ്തത്. ആരെ ഡിഫീറ്റ് ചെയ്തു? നമ്മുടെ നമ്പർ 1 ചെസ് പ്ലെയർ ആയിട്ടുള്ള ഗുകേഷ് ഡീനെ ഡിഫീറ്റ് ചെയ്തു. നെക്സ്റ്റ് റിട്ടയർമെന്റ് ആണ്. സൈമോണ ഹാലപ്പ് ഒരു റൊമാനിയൻ ടെന്നീസ് പ്ലെയർ ആണ്. സൈമോണ ഹാലപ്പ്. സോ ഷീ ഹാസ് അനൗൺസ്ഡ് ഹെർ റിട്ടയർമെന്റ് ഫ്രം പ്രൊഫഷണൽ ടെന്നീസ്. സോ സൈമോണ ഹാലപ്പ് ഏത് സ്പോർട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആലോചിച്ച് വെക്കുക. ടെന്നീസ് ആണ്. പിന്നെ ഏതാണ് കൺട്രി? റൊമാനിയ. നെക്സ്റ്റ്, ഫോമർ ശ്രീലങ്കൻ ക്യാപ്റ്റൻ ദിമുത് കരുണാരത്നെ റിട്ടയർസ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആഫ്റ്റർ 100th ടെസ്റ്റ്. വീണ്ടും റിട്ടയർമെന്റ് ആണ്. ഫോർമർ ശ്രീലങ്കൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ദിമുത് കരുണാരത്നെ. സോ ശ്രീലങ്കൻ ക്രിക്കറ്റർ ആണ് ദിമുത് കരുണാരത്നെ. ഹി ഹാസ് അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെന്റ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ട്രാവിസ് ഹെഡ് ക്ലിഞ്ചസ് മെയ്ഡൻ അലൻ ബോർഡർ മെഡൽ അറ്റ് 2025 ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അവാർഡ്സ്. സോ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അവാർഡ്സ് 2025 ട്രാവിസ് ഹെഡിന് ട്രാവിസ് ഹെഡിന് ആദ്യമായിട്ടാണ് അലൻ ബോർഡർ മെഡൽ അവാർഡ് കിട്ടുന്നത്. ഓസ്ട്രേലിയ ടോപ്പ് മെൻസ് ക്രിക്കറ്റർ ആണ് ആര്? ട്രാവിസ് ഹെഡ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. Shrachi Rar Bengal Tigers win Men's Hockey India League 2024-25 title. So Men's Hockey India League അത് 6th എഡിഷൻ ആണ്. അതിൽ ആരാണ് വിൻ ചെയ്തത്? ഷ്രാച്ചി റാർ ബംഗാൾ ടൈഗേഴ്സ് ടീമാണ് വിൻ ചെയ്തത്. റണ്ണറപ്പ് ആരായിരുന്നു? ഹൈദരാബാദ് തൂഫാൻസ്. സോ എവിടെയാണ് മാച്ച് നടന്നത്? റോർക്കേല ഒഡീഷയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിലാണ് മാച്ച് നടന്നത്. ഡേറ്റ് ഓർത്തിരിക്കണം. 28 December to 1st February. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അതെല്ലാവരും ഓർത്തിരിക്കാം. നെക്സ്റ്റ് ന്യൂസ്. ശിഖർ ധവാൻ named ICC Champions Trophy 2025 ambassador. സോ ICC Champions Trophy February 19th തുടങ്ങിയിട്ടുണ്ട്. March 9th കൺക്ലൂഡ് ആവുള്ളൂ. എവിടെ നടക്കുന്നത്? പാകിസ്ഥാനിലും ദുബായിലായിട്ടാണ്. സോ 4 അംബാസഡേഴ്സിനെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ആര്? നമ്മുടെ ഫോർമർ ഇന്ത്യൻ ഓപ്പണർ ആയിട്ടുള്ള ശിഖർ ധവാൻ. പിന്നെ ബാക്കി 3 പേര് നമുക്ക് നോക്കാം. പാകിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള സർഫ്രാസ് അഹമ്മദ്, അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഷെയ്ൻ വാട്സൺ, പിന്നെ ന്യൂസിലാൻഡിന്റെ ലെജൻഡറി ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള ടിം സൗത്തിയാണ്. ഇവർ 4 പേരുമാണ് ICCന്റെ അംബാസഡർ ആയിട്ടുള്ളത് 2025. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ബംഗ്ലാദേശ് ഷോലി അക്തർ ബിക്കംസ് ഫസ്റ്റ് വുമൻ ക്രിക്കറ്റർ ബാൻഡ് ബൈ ICC ഫോർ കറപ്ഷൻ. സോ ബംഗ്ലാദേശിലെ ക്രിക്കറ്റർ ആയിട്ടുള്ള ആരാണ്? ഷൊഹേലി അക്തറിന് ICC എന്ത് ചെയ്തു? ബാൻ ചെയ്തു. മാച്ച് ഫിക്സേഷൻ കാരണം ഷൊഹേലി അക്തറിനെ ബാൻ ചെയ്തിരിക്കുകയാണ് ICC. സോ ഫസ്റ്റ് വുമൻ ക്രിക്കറ്റർ ആണ് ICC ബാൻ ചെയ്തത്. അപ്പൊ ഷൊഹേലി അക്തർ ഏത് സ്പോർട്ട് റിലേറ്റഡ് ആണ്? ക്രിക്കറ്റ് റിലേറ്റഡ് ആണ്. ഏത് കൺട്രിയാണ്? ബംഗ്ലാദേശ് ആണ്. അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. രോഹിത് ശർമ്മ ബിക്കംസ് സെക്കൻഡ് ഹയസ്റ്റ് 6 ഹിറ്റർ ഇൻ ODI ഹിസ്റ്ററി. അപ്പൊ രോഹിത് ശർമ്മ സെക്കൻഡ് ഹയസ്റ്റ് 6 ഹിറ്റർ ആയിട്ടുണ്ട് ഇൻ ODI ഹിസ്റ്ററിയിൽ. സോ ഹി ഹാസ് സർപ്രൈസ്ഡ് ക്രിസ് ഗെയിലിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പ് 6 ഹിറ്ററിൽ ആരാണ് നിൽക്കുന്നത്? ഷാഹിദ് അഫ്രീഡി ആണ് നിൽക്കുന്നത്. ഷാഹിദ് അഫ്രീഡി 351 സിക്സസ് അടിച്ചിട്ടുണ്ട് 398 ഇന്നിങ്സിന്. ഓക്കെ, അതേപോലെ തന്നെ രോഹിത് ശർമ്മ ഹാസ് ബിക്കം സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ടു കംപ്ലീറ്റ് 11,000 റൺ ഇൻ ODI ക്രിക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് നോക്കാം. നെക്സ്റ്റ് നാഷണൽ ഗെയിംസ് പറ്റിയാണ്. മേഘാലയ ടു ഹോസ്റ്റ് നാഷണൽ ഗെയിംസ് 2027. സോ നാഷണൽ ഗെയിംസ് 2027 ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? മേഘാലയ ആണ്.
ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 39th എഡിഷൻ ആണ് നാഷണൽ ഗെയിംസ് 2027 നടക്കാൻ പോകുന്നത്. അത് മേഘാലയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. 38th എഡിഷൻ 2025 നടന്നു. ആരാണ് ഹോസ്റ്റ് ചെയ്തത്? ഉത്തരാഖണ്ഡിലായിരുന്നു 38th എഡിഷൻ. 39th എഡിഷൻ എവിടെയാണ്? മേഘാലയയിലാണ്. അതേപോലെ തന്നെ 38th എഡിഷൻ നാഷണൽ ഗെയിംസ് കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ വിന്നറും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ 38th എഡിഷൻ നാഷണൽ ഗെയിംസ് സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. മെഡൽ ടാലിയിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് സർവീസസ് ആണ്. സെക്കൻഡ് സ്പോട്ടിൽ വന്നിരിക്കുന്ന ആരാണ്? മഹാരാഷ്ട്ര. അതേപോലെ തന്നെ തേർഡ് പ്ലേസിൽ ആരാണ്? ഹരിയാനയാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. വൺ ലൈനർ ന്യൂസ് ആണ്. ഇറ്റലിയിലെ ജാനിക് സിന്നർ ബാൻഡ് ഫ്രം ടെന്നീസ് ഫോർ 3 months ഇൻ ഡോപ്പിംഗ് കേസ്. സോ ഡോപ്പിംഗ് കേസിൽ 3 months ബാൻ ചെയ്തിരിക്കുകയാണ്. ആരെ? ഫേമസ് ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ഇറ്റാലിയൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ജാനിക് സിന്നറിനെ. ഓക്കെ, വൺ ലൈനർ ന്യൂസ് ആണ്. ജാനിക് സിന്നർ ഏത് സ്പോർട്ട് ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് കൺട്രി ആണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ന്യൂസ് വീണ്ടും ഒരു വൺ ലൈനർ ന്യൂസ് തന്നെയാണ്. പങ്കജ് അദ്വാനി ക്ലിഞ്ചസ് 14th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഇൻ ദോഹ, ഖത്തർ. സോ 14th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഏത് റിലേറ്റഡ് ആണ്? ബില്ലിയാർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള 14th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ എവിടെയായിരുന്നു? ഖത്തറിൽ, ദോഹയിലായിരുന്നു. സോ പങ്കജ് അദ്വാനിക്ക് ആ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീണ്ടും വൺ ലൈനർ ന്യൂസ് ആണ്. മുഹമ്മദ് ഷമി ബിക്കംസ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് 200 ODI വിക്കറ്റ്സ്. സോ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് 200 ODI വിക്കറ്റ് ആരാണ്? നമ്മുടെ ഫേമസ് ഇന്ത്യൻ ബൗളർ ആയിട്ടുള്ള മുഹമ്മദ് ഷമിയാണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. നെക്സ്റ്റ് ന്യൂസ് ഏഷ്യൻ വിന്റർ ഗെയിംസ് ഹർബിൻ 2025. ഏഷ്യൻ വിന്റർ ഗെയിംസ് ഓൾറെഡി കഴിഞ്ഞു. 9th എഡിഷൻ ആണ് ഏഷ്യൻ വിന്റർ ഗെയിംസ്. എവിടെയായിരുന്നു ഗെയിംസ് നടന്നത് ഇപ്രാവശ്യം? 9th എഡിഷൻ ഏഷ്യൻ വിന്റർ ഗെയിംസ് ചൈനയിലെ ഹാർബിനിലായിരുന്നു. എപ്പോഴായിരുന്നു? 7th to 14th ഫെബ്രുവരിയിൽ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ മാസ്കോട്ട്, രണ്ട് മാസ്കോട്ട് ഉണ്ട്, ബിൻബിനും നിനി, രണ്ടും ടൈഗേഴ്സ് ആണ്. അതേപോലെ തന്നെ മോട്ടോ, എന്താണ് മോട്ടോ? ഡ്രീം ഓഫ് വിന്റർ, ലവ് എമോങ് ഏഷ്യ, അതാണ് മോട്ടോ. നെക്സ്റ്റ് ഏഷ്യൻ വിന്റർ ഗെയിംസ് ടോപ്പ് ചെയ്തത് ആരാണ്? ചൈനയാണ് ടോപ്പ് ചെയ്തത്. എത്ര മെഡൽ? 85 മെഡൽ കൊണ്ട് ചൈനയാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ ആരാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ വിത്ത് 45 മെഡൽസ്. പിന്നെ അതേപോലെ തന്നെ 2029 ഏഷ്യൻ വിന്റർ ഗെയിംസ് 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഇനി 2029 നടക്കുന്നത്. അതെവിടെയാണ്? സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയാണ് ഏഷ്യൻ വിന്റർ ഗെയിംസ് 2029 ഹോസ്റ്റ് ചെയ്യുന്നത്. സൗദി അറേബ്യ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഫസ്റ്റ് വെസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഹോസ്റ്റ് ദ ഇവന്റ്. അതാണ് ന്യൂസ്. നമുക്ക് ഇനി നെക്സ്റ്റ് ന്യൂസ് നോക്കാം. മനു ബാക്കർ വിൻസ് BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 അവാർഡ്. സോ BBC അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതില് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 അവാർഡ് ആർക്കാണ് കിട്ടിയത്? മനു ബാക്കർ. ഷീ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഷൂട്ടിംഗ്. നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സിൽ 2 ഇവന്റിൽ ബ്രോൺസ് മെഡൽ ക്ലെയിം ചെയ്ത് വന്നിട്ടുണ്ട് മനു ബാക്കർ. നെക്സ്റ്റ് BBCയുടെ പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ആവണി ലേഖറയ്ക്കാണ് BBC പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് 2024 കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ സ്പോർട്സ് ന്യൂസ്. നമുക്കിനി അവാർഡ്സിലേക്ക് പോവാം. സോ ഫസ്റ്റ് അവാർഡ് ന്യൂസ് നമുക്ക് നോക്കാം. സിറ്റി യൂണിയൻ ബാങ്ക് വിൻസ് 7 IBA ബാങ്കിങ് ടെക്നോളജി അവാർഡ്സ് ഫോർ ദ 2nd year in row. സോ സിറ്റി യൂണിയൻ ബാങ്ക് 7 സെവറൽ കാറ്റഗറീസിൽ അവാർഡ് വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അത് ഏത് ഇവന്റിലായിരുന്നു? 20th ആനുവൽ ടെക്നോളജി കോൺഫറൻസ് എക്സ്പോ ആൻഡ് സൈറ്റേഷൻസ് 2024 മുംബൈയിലായിരുന്നു ഇവന്റ് നടന്നത്. 24 ജനുവരി 2025 സോ ഏതൊക്കെ കാറ്റഗറിയിലാണ് സിറ്റി യൂണിയൻ ബാങ്കിന് അവാർഡ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബെസ്റ്റ് ഡിജിറ്റൽ സെയിൽസ് പേയ്മെന്റ്സ് ആൻഡ് എൻഗേജ്മെന്റ്, പിന്നെ ബെസ്റ്റ് IT റിസ്ക് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ബെസ്റ്റ് ഫിൻടെക് ആൻഡ് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് അഡോപ്ഷൻ, അതായത് DPI അഡോപ്ഷൻ. പിന്നെ അതേപോലെ തന്നെ സിറ്റി ബാങ്ക് റണ്ണറപ്പ് ആയിരുന്നു ഏത് കാറ്റഗറിയിൽ? ബെസ്റ്റ് AI ആൻഡ് ML അഡോപ്ഷൻ, സ്പെഷ്യൽ ബെസ്റ്റ് ടെക്നോളജി ടാലന്റ് ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് ബെസ്റ്റ് ടെക്നോളജി ബാങ്ക്. ഈ കാറ്റഗറീസിലാണ് സിറ്റി ബാങ്കിന് അവാർഡ് കിട്ടിയത്. സിറ്റി ബാങ്ക് ഹെഡ്ക്വാർട്ടേഡ് എവിടെയാണ്? കുംഭകോണം, തമിഴ്നാട്ടിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ N കാമകോടിയാണ് MD ആൻഡ് CEO ഓഫ് സിറ്റി ബാങ്ക്. സോ അതാണ് ന്യൂസ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. നെക്സ്റ്റ് 67th ആനുവൽ ഗ്രാമി അവാർഡ്സ് ആണ്.
സോ ഗ്രാമി അവാർഡ്സ് ആണ് അടുത്ത ന്യൂസ്. നമുക്ക് നോക്കാം. 67th എഡിഷൻ ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡാണ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള അമേരിക്കൻ ചന്ദ്രിക ടാൻഡോൺ വിൻസ് ഗ്രാമി ഫോർ ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം അറ്റ് 2025 അവാർഡ്സ്. ഗ്രാമി അവാർഡ്സ് ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? ഓർഗനൈസ്ഡ് ബൈ റെക്കോർഡിംഗ് അക്കാഡമി അറ്റ് crypto.com അറേന ഇൻ ലോസ് ഏഞ്ചലസ് ആണ് ഗ്രാമി അവാർഡ്സ് കണ്ടക്ട് ചെയ്യുന്നത്. 67th എഡിഷൻ ആണ്. സോ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള അമേരിക്കൻ വോക്കലിസ്റ്റ് ആൻഡ് ഓൺട്രപ്രണർ ആണ് ആര്? ചന്ദ്രിക ടാൻഡോൺ. ചന്ദ്രിക ടാൻഡോണ് ഒരു ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത്? ഹെർ ആൽബം ഇൻ ത്രിവേണി ആൽബത്തിനാണ്. ഏത് കാറ്റഗറിയിലാണ്? ബെസ്റ്റ് ന്യൂ ഏജ് ആംബിയന്റ് ഓർ ചാൻഡ് ആൽബം കാറ്റഗറിയിലാണ് അവാർഡ് കിട്ടിയത്. അപ്പൊ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് അവാർഡ്സ് ജസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് ആൽബം ഓഫ് ദ ഇയർ കാറ്റഗറിയിൽ ഏത് ആൽബമാണ്? കൗബോയ് കാർട്ടർ ആണ് ആൽബം, ബിയോൺസിയുടെ കൗബോയ് കാർട്ടർ. അതേപോലെ തന്നെ സോങ് ഓഫ് ദ ഇയർ ഏതാണ്? നോട്ട് ലൈക്ക് അസ് ബൈ കെൻഡ്രിക് ലാമാർ, അതിനാണ് സോങ് ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത്. അതേപോലെ തന്നെ റെക്കോർഡ് ഓഫ് ദ ഇയർ സെയിം, നോട്ട് ലൈക്ക് അസ്, കെൻഡ്രിക് ലാമാറിൽ തന്നെയാണ് റെക്കോർഡ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. പിന്നെ ബെസ്റ്റ് ന്യൂ ഏജ് ആൻഡ് ആംബിയന്റ് ഓർ ചാൻഡ് ആൽബം കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞു ത്രിവേണി ആൽബത്തിനാണ്. അതിൽ 3 പേരുണ്ട്. വോട്ടർ കെല്ലർമാൻ, എറു മാറ്റ്സുമോട്ടോ, ചന്ദ്രിക ടാൻഡോൺ. ഇവർ 3 പേരാണ് ത്രിവേണി ആൽബത്തിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് നമ്മുടെ ഗ്രാമി അവാർഡ്സ്. നമുക്ക് ഇനി നെക്സ്റ്റ് ന്യൂസ് നോക്കാം. നെക്സ്റ്റ് ന്യൂസ്, South Africa's Shego Gele has been crowned Mrs. World 2025 in Las Vegas, becoming the first black woman to win the title in the competition's 40-year history. സോ സൗത്ത് ആഫ്രിക്കയുടെ ഷെഗോ ഗെലയ്ക്കാണ് മിസ്സിസ് വേൾഡ് 2025 അവാർഡ് ഇപ്രാവശ്യം ലഭിച്ചത്. സോ ആദ്യമായിട്ട് 40-year ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ബ്ലാക്ക് വുമൺ ഹു ഇസ് വിന്നിങ് ദിസ് ടൈറ്റിൽ. അപ്പൊ അത് ഓർത്തിരിക്കുക. ഷെഗോ ഗെലെ, ഷി ബിലോങ്സ് ടു ഏത് കൺട്രിയാണ്? സൗത്ത് ആഫ്രിക്ക. മിസ്സിസ് വേൾഡ് 2025 വോൺ ചെയ്തു, ടൈറ്റിൽ വിന്നർ ആണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ലേറ്റ് ചമൻ അറോറ ഹോണേർഡ് വിത്ത് സാഹിത്യ അക്കാദമി അവാർഡ് 2024. സോ സാഹിത്യ അക്കാദമി അവാർഡ് 2024 ആണ്. അപ്പൊ ചമൻ അറോറയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തു. ഏതാണ്? പോസ്റ്റ്മസ്ലി ഹോണേർഡ് ആണ്. മരണാനന്തര ബഹുമതി ആയിട്ടാണ് ചമൻ അറോറയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏത് ബുക്കിനാണ്? ഏക് ഓർ അശ്വധാമ എന്ന് പറഞ്ഞ ബുക്കിനാണ് ചമൻ അറോറയ്ക്ക് പോസ്റ്റ്മസ്ലി സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ആ ബുക്ക് ഏത് ലാംഗ്വേജ് കാറ്റഗറിയിലാണ്? ഡോഗ്രി ലാംഗ്വേജ് കാറ്റഗറിയിലാണ് ആ ബുക്ക് വരുന്നത്. സാഹിത്യ അക്കാദമി അവാർഡ് 2024 22 ഷെഡ്യൂൾ ലാംഗ്വേജസും പ്ലസ് ഇംഗ്ലീഷും രാജസ്ഥാനി ലാംഗ്വേജസിനാണ് അവാർഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. Varsha Bharat's Bad Girl wins NETP-AC award at International Film Festival Rotterdam. Bad Girl, the debaucher film director by ആരാണ്? വർഷ ഭാരത്. ഇറ്റ് ഹാസ് വോൺ NETP-AC അവാർഡ്. ഏത് ഇവന്റിലായിരുന്നു? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ റോട്ടർഡാമില് NETP-AC അവാർഡ് വിൻ ചെയ്തു ബാഡ് ഗേൾ. അതിന്റെ ഡയറക്ടർ ആരാണ്? വർഷ ഭാരത്. NETP-AC മീൻസ് നെറ്റ്വർക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ സിനിമ. നെക്സ്റ്റ് അവാർഡ്, കോൾ ഇന്ത്യ വിൻസ് ഗോൾഡൻ പീകോക്ക് CSR അവാർഡ് 2024. സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് കോൾ ഇന്ത്യക്കാണ് ഗോൾഡൻ പീകോക്ക് അവാർഡ് വിൻ ചെയ്തത്. കോൾ ഇന്ത്യ ലിമിറ്റഡ് ഹാസ് കൺഫേർഡ് വിത്ത് ഗോൾഡൻ പീകോക്ക് CSR അവാർഡ് 2024. 19th ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മുംബൈയിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഇവന്റിലാണ് കോൾ ഇന്ത്യ ലിമിറ്റഡിന് ഗോൾഡൻ പീകോക്ക് അവാർഡ് സമർപ്പിച്ചത്. നെക്സ്റ്റ് ഒരു അവാർഡ് നോക്കാം. സീനിയർ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഓഫീസർ DK Kedia honored with CA in Public Service Award by ICAI. സോ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഓഫീസർ ആയിട്ടുള്ള DK Kedia'ക്ക് CA in Public Service അവാർഡ് കൊടുത്തു. ആര്? ICAI. നെക്സ്റ്റ് അവാർഡ് നോക്കാം. എയ്റോ ക്ലബ് ഓഫ് ഫ്രാൻസ് ഹോണേഴ്സ് ടോം ക്രൂസ് ഫോർ ഏവിയേഷൻ എക്സലൻസ്. ഹോളിവുഡ് സ്റ്റാർ ആയിട്ടുള്ള ടോം ക്രൂസിന് ഗ്രാൻഡ് മെഡേലി ഓഫ് ദ എയ്റോ ക്ലബ് ഡി ഫ്രാൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ്? ഫോർ ഹിസ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഹിസ്റ്ററി ഓഫ് ഏവിയേഷന്. സോ ആർക്കാണ് കിട്ടിയത്? ടോം ക്രൂസിന്. നെക്സ്റ്റ് അവാർഡ് നോക്കാം. ടാറ്റ സൺസ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ ഗെറ്റ്സ് UK's ഹോണററി സിവിലിയൻ അവാർഡ്. ടാറ്റ സൺസിന്റെ ചെയർമാൻ ആയിട്ടുള്ള N. ചന്ദ്രശേഖറിന് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ സിവിൽ ഡിവിഷൻ കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി കൊടുക്കുന്നത് ഫോറിൻ നാഷണൽസിനാണ്. അവരുടെ ഒരു ഹോണറി സിവിലിയൻ അവാർഡ്സ് ആണ് ഫോറിൻ നാഷണൽസിന് വേണ്ടിയിട്ടുള്ളത്. സോ ആർക്കാണ് ലഭിച്ചത്? ടാറ്റ സൺസ് ചെയർമാൻ ആയിട്ടുള്ള N. ചന്ദ്രശേഖരനാണ്.
നെക്സ്റ്റ് അവാർഡ് നോക്കാം. മോപ്പ എയർപോർട്ട് വിൻസ് സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാർ. മോപ്പ എയർപോർട്ട്, മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് ഗോവയിലുള്ള. സോ മോപ്പ എയർപോർട്ടിന് ഏത് അവാർഡാണ് കിട്ടിയത്? സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാർ അവാർഡ്. ഏത് കാറ്റഗറിയില്? സർവീസ് സെക്ടർ കാറ്റഗറിയിലാണ്. ഏത് ഇവന്റിനാണ് ഇത് കൊടുത്തത്? നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സേഫ്റ്റി അവാർഡ്സ് 2024 ഭാഗമായിട്ടാണ് മോപ്പ എയർപോർട്ടിന് ഈ അവാർഡ് കിട്ടിയത്. നമുക്ക് നെക്സ്റ്റ് അവാർഡ് ന്യൂസ് നോക്കാം. നാഗാലാൻഡ് ഫോറസ്റ്റ് പ്രൊജക്ട് റെക്കഗ്നൈസ്ഡ് വിത്ത് സ്കോച്ച് അവാർഡ്. എന്തിനാണ്? ഫോർ ഇംപ്രൂവിംഗ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്. സോ ഈ പ്രൊജക്ട് അവര് 2017 ലോഞ്ച് ചെയ്തതാണ്. 2027 വരെ ഉണ്ട്. ആ പ്രൊജക്ട് 185 വില്ലേജസ് കവർ ചെയ്യുന്നുണ്ട് അക്രോസ് 11 ഡിസ്ട്രിക്ട്സ്. അതേപോലെ തന്നെ ഇറ്റ് ബെനിഫിറ്റ്സ് 22 ഫോറസ്റ്റ് റേഞ്ചസിനെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യൻ ബയോളജിസ്റ്റ് പൂർണിമ ദേവി ബർമൻ നെയിംഡ് ടൈംസ് വുമൺ ഓഫ് ദ ഇയർ. സോ ടൈംസ് വുമൺ ഓഫ് ദ ഇയർ ആരാണ്? പൂർണിമ ദേവി ബർമൻ. പൂർണിമ ദേവി ബർമൻ ഇന്ത്യൻ ബയോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റും ആണ്. എന്തിനാണ്? ഹെർ അൺവേവറിംഗ് എഫേർട്സ് ഇൻ പ്രൊട്ടക്ടിങ് എൻഡേഞ്ചേർഡ് ഗ്രേറ്റർ അഡ്ജറ്റന്റ് സ്റ്റോർക്ക് ലോക്കലി നോൺ ആസ് ഹർഗില. പൂർണിമ ദേവിയുടെ എഫേർട്ട് കൊണ്ടാണ് ഈ ഹോർഗില എന്ന് പറഞ്ഞ സ്പീഷീസിനെ എൻഡേഞ്ചേർഡിൽ നിന്ന് നിയർ ത്രെറ്റൻഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. IUCN പ്രകാരം എൻഡേഞ്ചേർഡിൽ നിന്ന് നിയർ ത്രെറ്റൻഡ് ആയി ക്ലാസിഫൈ ചെയ്തു 2023. സോ അതുകൊണ്ടാണ് ടൈംസ് എന്താണ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് നെയിം ചെയ്തത്. സോ അതാണ് നമ്മുടെ ന്യൂസ്. സോ നമ്മൾ ഇന്ന് വീഡിയോയിൽ അവാർഡ്സും അതേപോലെ തന്നെ സ്പോർട്സ് ന്യൂസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും അത് കാണാം. യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു.